യെസ്, ആഷിം മരിയിൽ ഇനി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയാലൊന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വീണയ്ക്ക് താമസിയാതെ തന്നെ സമൻസ് ലഭിക്കും. വീണയിൽ ഒതുങ്ങില്ല ശ്രീ ആഷിം മരിയിൽ. ഈ കേസിൻ്റെ സ്വഭാവം താങ്കളൊന്ന് സസൂക്ഷ്മം പരിശോധിക്കുകയാണെങ്കിൽ വീണയിൽ ഒതുങ്ങില്ല. മാത്രമല്ല, ഈ 2.78 കോടിയിൽ 2.25 കോടി രൂപയിലും ഒതുങ്ങില്ല. കൈക്കൂലി പണത്തിൻ്റെ വ്യാപ്തി അതിനപ്പുറത്താണ്, അതുക്കും മേലെയാണ്. അപ്പോൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടിയാണോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷവും പ്രതീക്ഷയോടുകൂടി തന്നെയാണോ നോക്കിക്കാണുന്നത്? ഈ ചോദ്യം നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ഇതൊരു ചർച്ചയിൽ പങ്കെടുത്തതായിരുന്നു. അതെ, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് പിന്നെ സഖാവ് പിണറായിക്കെതിരെ കേസില്ല, അദ്ദേഹം പ്രതിയല്ല, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവുമല്ല ഇഡി കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞ വിഷയമാണ്. യെസ്, അത് കേട്ട് കഴിഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള വാല എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി തെരുവിലും ഡൽഹിയിലും ഒക്കെ ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. ഇന്നിപ്പോ ഹൈക്കോടതി പറഞ്ഞത് കേട്ടപ്പോ ഇപ്പൊ ഈ വക്കാലത്ത് നാരായണകുട്ടിമാര് കുറെ ഇതിൽ വന്നല്ലോ. അവർക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, നാളെ തന്നെ അങ്ങ് തൂക്കിലേറ്റാണ്, ഇന്ന് വിധി വന്നിരിക്കുന്നു, വിധി പറഞ്ഞു പോവുക. ഞാൻ ഷോൺ ജോർജിനൊന്ന് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ മുന്നിൽ നിന്ന് അങ്ങ് പോയി കളഞ്ഞല്ലോ. അദ്ദേഹത്തോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇനി എന്താണ് ഇഡി ചെയ്യാൻ പോകുന്നത്. ഇഡി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇവരൊക്കെ കൂടിയാ. ഏത് നിലയിലായിരിക്കും സ്വാഭാവികമായിട്ട് ചോദിക്കാമല്ലോ, കാരണം അദ്ദേഹമാണല്ലോ പരാതിക്കാരൻ എന്നും പറയാലോ, പരാതിപ്പെടാം. അദ്ദേഹത്തിന് പരാതിപ്പെടാൻ കാരണമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാതിരാത്രിയിൽ അച്ഛനെ പിടിച്ചു കൊണ്ടുപോയതാണ് അയാളുടെ പ്രശ്നം. പാതിരാത്രിയിൽ അച്ഛനെ പിടിച്ചു കൊണ്ടുപോയത് നിയമപ്രകാരമാണ് കൊണ്ടുപോയത്. അതിന് പ്രതികാരം ചെയ്യാനാണ് ഇയാൾ പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ മഞ്ഞുമല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഷാജാന്ത ഒരു പ്രയോഗം ഉണ്ടായെന്ന് തോന്നുന്നു. മഞ്ഞുമല ഏതാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്? യഥാർത്ഥ മഞ്ഞുമല എന്താണ്? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഷോൺ സൂചിപ്പിച്ചത് തന്നെയാണ് സത്യം. ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കരിമണൽ. ആ കരിമണൽ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ തോറിയം സമ്പാദ്യത്തിന്റെ 1/3 ഭാഗം നമ്മുടെ കയ്യിലാണ് കിടക്കുന്നത്. നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. യുറേനിയം സമ്പുഷ്ടീകരിക്കാനും മറ്റുമൊക്കെ കഴിയുന്ന അസാധ്യമായ ധാതു സമ്പത്തുള്ള ഈ ഖനന സംവിധാനത്തെ, ആ സംവിധാനം CMR എനിക്ക് അവരെ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കമ്പനിയായിട്ടോ ബന്ധമൊന്നുമില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന നിലക്ക് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാ സംസ്ഥാനങ്ങളിലും പല കമ്പനികളും വന്നിട്ടുണ്ട്. ആ കമ്പനികളൊക്കെ ഇപ്പം ഒരു ഏകീകൃത കമ്പനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢമായ ശ്രമം, കേന്ദ്രത്തിന്റെ ശ്രമം നടക്കുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ആ കേസ് ഒന്ന് നിങ്ങൾ നോക്ക്. അഹമ്മദ് AR ബുഖാരിയുടെ കേസില്ലേ, അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ സംരംഭകൻ. അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളെ കുറിച്ച് അതുവരെ നമ്മൾ കേട്ടത് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ജനിച്ച അദ്ദേഹം, രാമനാഥപുരത്ത് താമസിക്കുന്ന അദ്ദേഹം ഹോങ്കോങ്ങിൽ ജനിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റും വിദ്യാഭ്യാസം നേടി അദ്ദേഹം ഒരു ഊർജ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തൂത്തുക്കുടിയിൽ തുടങ്ങി 2012. അദ്ദേഹം പിന്നീട് സ്ഥാപിച്ച തെർമൽ പ്ലാന്റ്, ആ തെർമൽ പ്ലാന്റിന്റെ കമ്പനിക്കെതിരെ പിന്നീട് എന്താ സംഭവിച്ചത്? ഇതേ EDയും CBI, ആദ്യം CBIയും പിന്നീട് EDയും കേസെടുത്തു. ആ കേസെടുത്തിട്ട് ഏകദേശം 32 മാസക്കാലം അദ്ദേഹത്തെ തടവിലിട്ടിട്ട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹത്തെ പുറത്തെടുക്കുന്നത്. ആ പുറത്തിറക്കുന്നതിന് മുന്നേ സംഭവിച്ചത് എന്താണ്? ഇന്ന് ആ തെർമൽ കമ്പനി ആരുടെ കയ്യിലാണുള്ളത്? ആ തെർമൽ കമ്പനി അദാനിയുടെ കയ്യിലെത്തിയിരിക്കുന്നു. അദാനിയുടെ കയ്യിലേക്ക് ആ കമ്പനി എത്തിയതിനു ശേഷമാണ് ആ മനുഷ്യനെ പുറത്തേക്ക് വിടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയുന്നത് ഇവിടെയുള്ള ചെറുകിട കമ്പനികളെ, ആ കമ്പനികളുടെ പേരിൽ ആരോപണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആ ആരോപണത്തിന്റെ പേരിൽ ആ കമ്പനികളെ വിഴുങ്ങാനുള്ള വലിയ വായുമായി നിൽക്കുന്ന കുത്തകളെ സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത്. അതിന്റെ ഒരു ഹാഷിം മരിയെ വളരെ ലളിതമായിട്ട് ചോദിച്ചോട്ടെ. നോക്കൂ, കേന്ദ്ര സർക്കാർ ഇതിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നു അല്ലേ? ലൈസൻസ് റദ്ദാക്കി. അതിനുശേഷം അറിയാതെ ഒരു 3 വർഷത്തേക്ക് ആരും അറിയാതെ ഈ ലൈസൻസ് റദ്ദാക്കാതെ, അതൊന്നും പരിശോധിക്കാതെ ഇതൊക്കെ CMRLന് നീട്ടിക്കൊടുത്ത മഹാനായ പിണറായി വിജയൻ്റെ
അങ്ങനെ ഒരു പരാതി ഇപ്പോഴുണ്ടോ? ഉദ്ദേശം എന്തായിരുന്നു അത് പറ. നിങ്ങളിപ്പോ വലിയ താരതമ്യമൊക്കെ നടത്തിയല്ലോ, നടത്തിയല്ലോ. കേസുണ്ടോ ഇപ്പം? എവിടെ അങ്ങനെ ഒരു കേസുണ്ടോ? അങ്ങനെ ആരാ അധികാരത്തിൽ, ആരാ ഇരിക്കുന്നത്? അധികാരത്തിൽ ആര്? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നു. അവർ അധികാരത്തിനനുസരിച്ചാണ് നിയമങ്ങൾ നീക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ രഹസ്യമായിട്ട് പല കാര്യങ്ങളും നടത്തിയില്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇല്ല ആഷിമരിൽ എനിക്ക് ഇതിനൊരു ഉത്തരം ലഭിച്ച ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അതായത് ഇപ്പം നോക്കൂ, വീണ തൈക്കണ്ടിയിൽ എന്തുകൊണ്ടാണ് പ്രബലയാവുന്നത്? വീണ തൈക്കണ്ടിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണല്ലോ, അല്ലേ, ശ്രദ്ധിക്കപ്പെടുന്നത് ആണല്ലോ. വീണ തൈക്കണ്ടിയിലിന് വലിയ സ്വാധീനമൊന്നുമില്ല ഇൻഡിവിജ്വലി, അല്ലേ. വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. വീണ തൈക്കണ്ടിയിലിന് ആരു വഴിയാണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്? അച്ഛൻ വഴി, അല്ലേ, ആണല്ലോ. അപ്പം നോക്കൂ, ഈ ആരും അറിയാതെ ഈ ലൈസൻസ് അത് തുടരുന്നത്, അല്ലെ ഖനനം തുടരുന്നത് നീട്ടിക്കൊടുക്കുന്നു. അതുവഴി സഹസ്രകോടികൾ ഈ കർത്ത ആൻഡ് ടീം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വിഹിതം ആർക്ക് പോകും? ഇതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത വിജയന് പോവുമല്ലോ, പോവോ ഇല്ലയോ? അപ്പോൾ ഈ വിജയൻ, മഹാനായ ശ്രീ വിജയന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ചുരുക്കം നേരത്തെ ഷാജഹാനും പറഞ്ഞു, അതായത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് മകളുടെ പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കുന്നു. ആ തട്ടിക്കൂട്ട് കമ്പനിയിൽ ഇപ്പോൾ അക്കൗണ്ടഡ് മടിയാണ് 2.78 കൈക്കൂലി, പക്ഷേ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ളത് കോടികളാണല്ലോ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു 2.25 കോടിക്ക് കൈക്കൂലി കിട്ടാൻ വേണ്ടിയൊന്നും പിണറായി വിജയൻ ഇതുപോലുള്ള ഒരു ഇടപാടിൽ അദ്ദേഹം ഇടപെടില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ കാട് കയറി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട്. വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞാനൊരു സേവനവും ചെയ്തു കൊടുത്തിട്ടില്ല, സോഫ്റ്റ്വെയർ എന്നല്ല ഒരു സേവനവും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ ഈ 2.78 കോടി, 2.25 കോടി എന്തിന് ലഭിച്ചു എന്ന് SFIO ആവർത്തിച്ച് ചോദിച്ചിട്ട് വീണക്ക് മറുപടിയില്ല. ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഒഫൻസ്, ഞാനൊരു ഒഫൻസ് നടത്തി എന്ന് വീണ തൈക്കണ്ടിയിൽ അത് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞോ? വീണ പറഞ്ഞു ഞാൻ സേവനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോ? പിന്നല്ലാതെ വീണയുടെ കമ്പനി പറഞ്ഞോ? പിന്നല്ലാതെ എന്തൊക്കെ സേവനം കൊടുത്തതിന്റെ ഡോക്യുമെന്റ്സ് വേണ്ടേ? ആഷിമരി, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഈ സേവനം നൽകിയതിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാനും കർത്തയും ഇതാ നേരിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഞങ്ങൾ നേരിട്ടാണ് ആശയവിനിമയം നടത്തിയത്. അതുകൊണ്ട് മിനിറ്റ്സ് പോലും ഇല്ലാന്ന് SFIയോട് പറഞ്ഞത് ഞാനല്ല ശ്രീ ആഷിമരിയിൽ, വീണ തൈക്കണ്ടിയിലാണ്. അപ്പോൾ ഇത് താങ്കൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒന്ന് പഠിക്കൂ. ഈ SFIO കൊടുത്ത റിപ്പോർട്ടെങ്കിലും താങ്കളൊന്ന് വായിക്കൂ. അതായത് ഒഫൻസ് ചെയ്തത് ഒഫൻസാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് SFIയുടെ മുന്നിൽ. ഇപ്പൊ ED ചോദിക്കാൻ പോകുന്നത് അതാണ്, ഈ 2.25 കോടി രൂപ എങ്ങനെ CMRL നിന്ന് കൈപ്പറ്റി എന്ന EDയുടെ ചോദ്യത്തിന് വീണ എന്ത് മറുപടി നൽകും? എന്താ മറുപടികൾ പറഞ്ഞേ? വീണ എന്ത് മറുപടി? ഞാൻ പറഞ്ഞല്ലോ, വീണ എന്ത് മറുപടി നൽകും എന്നതിനെ കുറിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇവിടെ പറയേണ്ടുന്ന ഒരു വിഷയം എന്താണ്? വീണ തൈക്കണ്ടി വാങ്ങിയിരിക്കുന്ന ഇടപാടിനെ കുറിച്ച് നമ്മൾ കേട്ടെടുത്തോളം അവരും കമ്പനിയും തമ്മിൽ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പിന്നെ യഥാർത്ഥമാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കട്ടെ. കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് തടസ്സപ്പെടുത്താനാണല്ലോ ശ്രമിച്ചത്. പുറം ഭാഗത്തുള്ള പ്രചരണങ്ങൾ, ഈ പ്രചരണങ്ങൾ ശരിയായ ഒരു രീതിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇരയാക്കേണ്ടത് സഖാവ് പിണറായി വിജയനെയാണെങ്കിൽ അതിൽ ഏറ്റവും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നുണ്ട്, കർത്തയുടെ ഡയറി. ആ ഡയറിയിൽ എന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നവരുടെ പലരുടെയും നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ടല്ലോ. എന്ത് വ്യവസ്ഥയിലാണ് പറ്റിയിട്ടുള്ളത്? പാർട്ടി ഫണ്ടിലേക്കാണോ? വ്യക്തികളാണ് വാങ്ങിയിരിക്കുന്നത്. പറഞ്ഞല്ലോ ആ വ്യക്തികൾ പറഞ്ഞല്ലോ. അല്ലാതെ പിണറായിയെ പോലെ മൗനം വിദ്വാന ഭൂഷണം എന്ന നിലയിലൊന്നും അവര് ഈ വിഷയത്തെ സമീപിച്ചിട്ടില്ല. അല്ല, താങ്കൾ പറഞ്ഞ പോലെ ആ കർത്തയുടെ ഡയറിയിലെ മാസപ്പടി, ആ ഡയറിയിൽ ഉള്ള പേരുകാര് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വിവാദം, ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. പിണറായി എന്താ ഒരു മറുപടിയും പറയാതിരുന്നത്? പിണറായി വാങ്ങാത്തതുകൊണ്ട്. പിണറായിക്ക് അലർജിയാണല്ലോ, പണം എന്ന് പറയുമ്പോൾ അലർജിയാണല്ലോ. അദ്ദേഹം അങ്ങോട്ട് നോക്കാം. ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ
കനമുണ്ടെങ്കിലല്ലേ വഴി പേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ഇപ്പോ? അതന്നെ പേടിക്കണ്ടുള്ളൂ. മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടവർക്ക് നേരെയൊക്കെ വെറുതെ ആക്ഷേപിച്ച് പിന്നെ ചാടി വരുന്ന ആളുകളോട് ആ ചാട്ടം കണ്ടിട്ട് തിരിച്ചോടാനല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമില്ല, കൈ ശുദ്ധമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരില് നിങ്ങളെന്നാ പറയട്ടെ, അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ? നിങ്ങൾ ഇത്രയും നേരം ഈ അരമണിക്കൂർ 3/4 മണിക്കൂറുകളോളം ഇവിടെ ചർച്ച ചെയ്തല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയല്ലോ. കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്നാണ് അന്വേഷണത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നതാണ്. വിജയനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഇതിൽ യഥാർത്ഥ പ്രതി ആരാണ്? വീണ ആണോ വിജയനാണോ? അതായത് ഈ പരാതിക്കാരൻ തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്, വീണ ഇടനിലക്കാരി മാത്രമാണ് ഇതിൽ യഥാർത്ഥ പ്രതി. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞത് വീണ ഇടനിലക്കാരിയാണ് ഇതിൽ യഥാർത്ഥ പ്രതി. ഈ ഇടപാടിന്റെ എല്ലാ സുഖവും അനുഭവിച്ചത് വിജയനാണ് എന്ന് പരാതിക്കാരൻ തന്നെ പറഞ്ഞു. അത് അന്വേഷിച്ച് കണ്ടെത്താനാണ് ഇ ഡി വന്നിരിക്കുന്നത്. അപ്പോഴല്ലേ ഇ ഡിയുടെ മേൽ കുതിര കയറിയത്? അത് ഇ ഡി അന്വേഷിച്ചോട്ടെ. ഇ ഡി അന്വേഷണം വരേണ്ടത് പിന്നെ വീണ തേക്കണ്ടി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ ഇട്ടിട്ട് ഞെരുക്കാമെന്നാണ് വ്യാമോഹം. അത് പലതും അന്വേഷിക്കല്ലോ. നോക്കൂ, ഒരു കേസിൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് ഒരാളെ ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ അവരെങ്ങനെയാണ് ഇതിൽ വന്നതെന്നൊക്കെ അവർ തുറന്നു പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്വേഷണം പുരോഗതി പ്രാപിക്കുന്നത് അങ്ങനെയാണല്ലോ. അല്ല, അന്വേഷണം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ തന്നെ ഒറ്റക്കാര്യം പറയട്ടെ, വീണയുടെ സ്റ്റേറ്റ്മെന്റ്, വീണ കൊടുത്ത മൊഴി അത് പിണറായിയുടെ നെഞ്ചത്ത് കത്തി കയറ്റുന്നത് പോലെ തന്നെയാണ്. താങ്കൾ അത് വായിച്ചു നോക്കൂ. SFIOയുടെ റിപ്പോർട്ട് താങ്കൾ വായിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ പെടാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞല്ലോ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു, പിന്നെ അത് പിണറായിയെ ലാക്കാക്കിയാണ്. നിങ്ങൾ നോക്കിക്കോ, എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ആശയം അരിയിലും.